ലഹരി വിഷയത്തിൽ മദ്രസ വിദ്യാഭ്യാസ രീതിയെ വിമർശിച്ച് കെ.ടി. ജലീൽ ലഹരി മരുന്നുമായി പിടിയിലാകുന്നവരിലേറെയും മദ്രസയിൽ പോയി പഠിച്ചിട്ടുള്ളവരാണ്. പണത്തോടുള്ള അമിതമായ മോഹമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. മദ്രസയിൽ പോയി ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് പഠിച്ചവർ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണമെന്നും കെ.ടി. ജലീൽ എം.എൽ.എ. കോഴിക്കോട്ട് പ്രതികരിച്ചു. പ്രതികരണത്തിലേക്ക്. കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അതവര് വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു, ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു. മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കെ.ടി. ജലീൽ എം.എൽ.എ. ആണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. മദ്രസകളിൽ പോയി മതവിദ്യാഭ്യാസം നടത്തിയവരാണ് ഈ ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ ഭൂരിപക്ഷവും. അപ്പോൾ അത് ഒരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത് എന്നുള്ള കാര്യമാണ് കെ.ടി. ജലീൽ എടുത്തു പറയുന്നത്. അതായത് മദ്രസ വിദ്യാഭ്യാസം ലഭിച്ചവർ ഏറ്റവും കൂടുതൽ സാമൂഹ്യ പരിഷ്കരണത്തിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാതൃകയും ആകേണ്ടവരാണ്. പക്ഷേ നേർവിപരീത ദിശയിലാണ് അവർ സഞ്ചരിക്കുന്നത്. ലഹരി മരുന്നുകളുമായി പിടിയിലാകുന്നവരിലേറെയും ഇത്തരത്തിൽ മദ്രസയിൽ പോയി പഠിച്ചവരാണ്. ഇവർക്ക് പണത്തിനോടുള്ള അമിതമായ മോഹം കൊണ്ടാണ് ഇത്തരം പ്രവർത്തികളിലേക്ക് ഇവർ നീങ്ങുന്നത് എന്ന് കെ.ടി. ജലീൽ പറയുന്നു. ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് പഠിച്ചവർ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കണമെന്നാണ് കൃത്യമായി ഈ മേഖലയിൽ പഠനം നടത്തിയിട്ടുള്ള കെ.ടി. ജലീൽ കോഴിക്കോട്ടെ ഒരു ചടങ്ങിൽ പ്രതികരണം അറിയിച്ചത്. ഇക്കാര്യത്തിൽ നിരവധി മേഖലകളിൽ നിന്നും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും കെ.ടി. ജലീലിൻ്റെ ഈ വെളിപ്പെടുത്തൽ സമൂഹത്തിൽ, പ്രത്യേകിച്ചും ഇസ്ലാം സമൂഹത്തിനുള്ളിൽ തന്നെ വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ ഭൂരിപക്ഷവും മദ്രസ വിദ്യാഭ്യാസം നേടിയവരാണ് എന്നുള്ള ഒരു കാര്യം കെ.ടി. ജലീൽ തന്നെ തുറന്നു പറയുകയാണ്. കോഴിക്കോട്ട് നടന്ന ചടങ്ങിലാണ് കെ.ടി. ജലീൽ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ളത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, കെ.ടി. ജലീൽ ചില സത്യങ്ങൾ തുറന്നു പറയുകയാണ്. കാരണം ഈ ലഹരി കേസുകൾ പിടിക്കപ്പെടുന്നവരിൽ ഭൂരിപക്ഷവും മദ്രസ വിദ്യാഭ്യാസം നേടിയവരാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം. കാരണം പണത്തിനോടുള്ള അമിത ആർത്തി മൂലമാണ് ഇങ്ങനെയുള്ള പ്രവണത വർദ്ധിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അരുൺ കൊടുങ്ങൂർ. തീർച്ചയായും ഏറെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ ഇഫ്താർ വിരുന്നിലാണ്, മലപ്പുറത്ത് നടത്തിയ ഇഫ്താർ വിരുന്നിലാണ് ഈ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചകളായി സമൂഹം വളരെ പ്രസക്തമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ അതിൽ തന്റെ നിലപാടായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞിരുന്നത്, കെ.ടി. ജലീൽ പറഞ്ഞിരുന്നത്, ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പിടിയിലാകുന്നത് മദ്രസയിൽ പോയിട്ടുള്ള ആളുകളാണ് എന്നുള്ള ഏറ്റവും ഗുരുതരമായുള്ള ഒരു പരാമർശമാണ് അത് നടത്തിയിരിക്കുന്നത്. അതിനെന്താണ് കാരണമെന്ന് നമ്മൾ കണ്ടെത്തണം. ഒത്തൊരുമിച്ച് ഈ വിഷയത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാനമായുള്ള ആവശ്യം. എന്തായാലും ഏറെ ഗുരുതരമായുള്ള ഒരു വിഷയമായി തന്നെ ഇതിനെ കാണാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയൊരു ചർച്ചയിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറത്ത് നടത്തിയ ഒരു ഇഫ്താർ വിരുന്നിൽ അദ്ദേഹം കൃത്യമായി നിലപാട് എടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. പണത്തോടുള്ള അമിതമായ മോഹമാണ് ഇത് ഈ ഇത്തരത്തിലുള്ള ലഹരി കടത്തിന് പ്രധാനമായുള്ള കാരണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണ കടത്തിനും ഇത് തന്നെയാണ്, ഈ പണത്തോടുള്ള അമിതമായ മോഹം തന്നെയാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. ഇതൊന്നും തെറ്റല്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. മദ്രസയിൽ പോയി ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് പഠിക്കുന്നവർ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നതെന്ന് പരിശോധിക്കണം. മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതികരിക്കണം. അതോടൊപ്പം തന്നെ ഇതിനെ തക്കതായി തന്നെ നേരിടണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അല്ല എങ്കിൽ ഭാവിയിൽ ഗുരുതരമായുള്ള
പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് കൂടി അത് അവർ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയാണ് വിനോദ്. തീർച്ചയായും മദ്രസ വിദ്യാഭ്യാസം നേടുന്നവരിൽ ഏറെയും ഇത്തരത്തിൽ ലഹരി കേസുകൾ പിടിക്കപ്പെടുന്നു. ഇത് തെറ്റായ പ്രവണതയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഈ മേഖലയിലുള്ളവർ ചിന്തിക്കണം എന്നുള്ള കാര്യമാണ് മുൻമന്ത്രിയും MLA ആയിട്ടുള്ള KT ജലീൽ ഒരു ഇഫ്താർ വിരുന്നിൽ സംസാരിക്കവേ പ്രതികരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ.